ഹലോ ഫ്രണ്ട്സ്, ഏറ്റവും അടുത്ത് റിലീസായിട്ടുള്ള ഓഫ് ക്യാമ്പസ് എന്ന സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഥ തുടങ്ങുന്നത് ഒരു ഐസ് ഹോക്കി റിങ്ങിലാണ്. അവിടെ ഗാരറ്റ് ഐസ് ഹോക്കി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അതേസമയം ഹാന റിങ്ങിന്റെ അടുത്തുള്ള ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യുകയായിരുന്നു. ഹെഡ്ഫോണൊക്കെ വെച്ച് എൻജോയ് ചെയ്തിട്ടായിരുന്നു ഹാനയുടെ ക്ലീനിങ്. ഇതിനിടെ ഗാരറ്റ് അവിടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആവുന്നതിനായിട്ട് ഷവർ റൂമിലോട്ട് വന്നു. അപ്പോഴാണ് ക്ലീനിങ് ചെയ്ത് ഹാനയും അവിടേക്ക് എത്തിയത്. ഓപ്പൺ ഷവർ റൂം ആയതുകൊണ്ട് തന്നെ ഹാന കയറി വന്നത് കാണുന്നത് ഗാരറ്റ് കുളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അവിചാരിതമായിട്ട് ഗാരറ്റിനെ ആ അവസ്ഥയിൽ കണ്ടതോടെ ഹാന ആകെ ഷോക്കായി. ആ ഷോക്കിൽ കയ്യിലിരുന്ന ട്രോളിയും മറിഞ്ഞു. ഒപ്പം അവളും അവിടെ വീണു. എന്നാൽ ഗാരറ്റിന് ഈ കോലത്തിൽ തന്നെ മറ്റൊരാൾ കണ്ടിട്ട് യാതൊരു കൂസലുമില്ല. അവനിത് വളരെ നിസ്സാരമായിട്ടുള്ള ഒന്നാണെന്ന് തോന്നുന്നു. വളരെ കൂളായിട്ടാണ് അവൻ അത് ഡീൽ ചെയ്തത്. ഹാനയാണെങ്കിൽ പരിഭ്രമിച്ചുകൊണ്ട് അവിടുന്ന് ഓടിപ്പോയി. ഹാനയ്ക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കോളേജിലെ സ്കോളർഷിപ്പും പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈം ജോബും ചെയ്തിട്ടാണ് അവൾ ഒരുവിധം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിരുന്നത്. കോളേജിലോട്ട് വരുമ്പോൾ ഒരു സബ്ജക്റ്റിന്റെ ക്ലാസ്സിന് ഗാരറ്റും ഹാനയും ഒരുമിച്ചായിരുന്നു. അതാണെങ്കിൽ എല്ലാവരും ഫെയിൽ ആവുന്ന ഒരു സബ്ജക്റ്റും. ഗാരറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ സബ്ജക്റ്റ് പാസ്സായാൽ മാത്രമേ അവന് ഐസ് ഹോക്കി കളിക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ അസൈൻമെന്റിന്റെ റിസൾട്ട് വന്നപ്പോഴോ മിക്കവാറും എല്ലാവരും ഫെയിലായിരുന്നു. ഒപ്പം ഗാരറ്റും ഫെയിലായി. അപ്പോഴാണ് തൊട്ടു മുന്നിലുണ്ടായിരുന്ന ഹാനയുടെ പേപ്പറിൽ A+ അവൻ കണ്ടത്. അത് കണ്ട് അവൻ സർപ്രൈസ് ആയി നിൽക്കുമ്പോൾ എന്താ നോക്കണേ എന്നുള്ള ഭാവത്തിലായിരുന്നു ഹാന അവനോട് സംസാരിച്ചത്. അപ്പോൾ രാവിലത്തെ ആ സംഭവം ഗാരറ്റ് ഒന്ന് കൊള്ളിച്ചു പറഞ്ഞു. ഓ, കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ നീ മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്ന്. ഹാനയ്ക്ക് പിന്നെ അവനോട് മറുത്തൊന്നും പറയാൻ പറ്റാതെയായി. ക്ലാസ് കഴിഞ്ഞ് ഹാന അവളുടെ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹാനയ്ക്ക് അവരുടെ കോളേജിലെ ഒരു പോപ്പുലർ സിംഗർ ആയിട്ടുള്ള ജസ്റ്റിനോട് ഭയങ്കര ക്രഷാണ്. എന്നാൽ അവൾക്കാണെങ്കിൽ അവനോട് നേരിട്ടൊന്ന് പോയി സംസാരിക്കാനുള്ള ധൈര്യം പോലും ഇല്ല. അവന്റെ കാര്യം പറഞ്ഞു നിൽക്കുകയായിരുന്നു അവര്. ആ ഫെയിലായ സബ്ജക്റ്റിന് അവനെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഗാരറ്റ് അവളോട് സഹായം ചോദിച്ചു. അതില്ലേൽ അവൻ ഐസ് ഹോക്കി കളിക്കാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞു. അവളും എനിക്ക് വേറെ പണിയുണ്ട്, പിന്നെ നീ ഐസ് ഹോക്കി കളിക്കുകയോ ഇല്ലയോ എന്നത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, വേറെ ആളെ നോക്കാൻ പറഞ്ഞുകൊണ്ട് ഹാന അവിടെ നിന്ന് പോയി. നേരെ അവൾ മ്യൂസിക് ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അവൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. ചെന്നപ്പോഴാണെങ്കിൽ കേട്ടത് അത്ര സുഖകരമായിട്ടുള്ള വാർത്ത ആയിരുന്നില്ല. ഹാനയുടെ മ്യൂസിക് ടീച്ചർ അവിടുത്തെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് ഹാനയുടെ സ്കോളർഷിപ്പ് ക്യാൻസൽ ആയ വിവരം അവളോട് പറഞ്ഞു. ഇപ്പൊ തന്നെ പാർട്ട് ടൈമും ക്ലാസ് വർക്കും എല്ലാം കൂടെ ഒരു വിധത്തിലാണ് അവൾ മാനേജ് ചെയ്തു പോകുന്നത്. ഇനി ഒരു പാർട്ട് ടൈം കൂടെ എടുക്കാനായിട്ട് അവളെ കൊണ്ട് എന്തായാലും പറ്റില്ല. അതിനൊപ്പം സ്കോളർഷിപ്പും കൂടെ ഇല്ലാതെ വന്നാൽ ഹാനയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഹാന അവിടെ ഉണ്ടായിരുന്ന ബ്രോഷറിൽ പോപ്പ് മ്യൂസിക് കോമ്പറ്റീഷന്റെ ഒരു കോമ്പറ്റീഷൻ ഡീറ്റെയിൽസ് കണ്ടു. അത് വിൻ ചെയ്താലും സ്കോളർഷിപ്പ് കിട്ടും. അത് കിട്ടാൻ നല്ല ടഫാണെന്ന് ടീച്ചർ പറയുന്നുണ്ട്. എന്നാലും ഹാന ട്രൈ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതോടെ ടീച്ചറും അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഗാരറ്റിലോട്ട് തിരിച്ചു വരാം. ഗാരറ്റ് അവന്റെ 3 ഫ്രണ്ട്സിന്റെ ഒപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ഇവരെല്ലാവരും ഐസ് ഹോക്കി ടീമിലും ഉള്ളതായിരുന്നു. ഗാരറ്റ് ഹോക്കി ടീം ക്യാപ്റ്റൻ ആയതുകൊണ്ട് കോളേജിൽ അവൻ നല്ല പോപ്പുലർ ആയിരുന്നു. അവരുടെ വീട്ടിൽ അന്നൊരു ഹൗസ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യുകയാണ്. പക്ഷെ ഗാരറ്റിന് ഒരു സീരിയസ് റിലേഷൻഷിപ്പിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആ പാർട്ടിയിലോട്ട് ഗാരറ്റിന്റെ ഒരു ടൈം പാസ് കാഷ്വൽ ഗേൾ ആയിട്ടുള്ള കെൻഡലും വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരെയും കുറച്ച് റൊമാൻറ്റിക് മൂമെന്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവക്ക് ഗാരറ്റിന്റെ റിയൽ ഗേൾ ഫ്രണ്ട് ആവണമെന്ന ആഗ്രഹം അവനോട് പറഞ്ഞു. അവനും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്കതിന് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്, കാഷ്വൽ ആണേൽ ഓക്കെ എന്ന്. അവനെ പറ്റി ഒന്നും അറിയാതെ ഒരാൾക്ക് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകണം എന്നുള്ള ആഗ്രഹം വരണമെങ്കിൽ അവൻ ചാമ്പ്യൻഷിപ്പിൽ ഉള്ളത് കൊണ്ട് മാത്രമാണെന്ന ബോധ്യമുള്ളത് കൊണ്ട് കൂടിയാണ് അവളെ അങ്ങനെ പറഞ്ഞു ഒഴിവാക്കിയത്. അവളാണെങ്കിൽ അവനെ 2 ചീത്തയും വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിന്റെ ഇടയ്ക്ക് ഗാരറ്റിന് അവന്റെ അച്ഛന്റെ കോൾ വരുന്നുണ്ട്. പക്ഷെ അവൻ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഹാനയും അവളുടെ ഫ്രണ്ട് കം റൂംമേറ്റ് ആയിട്ടുള്ള ആലിയും സെയിം റെസ്റ്റോറൻറ്റിലാണ് പാർട്ട് ടൈം ചെയ്തിരുന്നത്. അവിടെ മിക്കവാറും റെസ്റ്റോറൻറ്റിൽ പാട്ട് പാടാനായിട്ട് നമ്മുടെ ഹാനയുടെ ക്രഷ് ആയിട്ടുള്ള ജസ്റ്റിന് വരാറുണ്ട്. ഹാന കണ്ണെടുക്കാതെ അവനെ നോക്കി നിൽക്കായിരുന്നു. ഇത് ശ്രദ്ധിച്ച ആലിയും നീ വെറുതെ അവൻ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാതിരുന്നാൽ എങ്ങനെയാ ശരിയാവാ എന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കാൻ ഹാനയെ മോട്ടിവേറ്റ് ചെയ്തു. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ഹാനയ്ക്ക് ഇപ്പോഴും അതിനോട് പേടിയായിരുന്നു. ഹാന വീട്ടിലെത്തിയിട്ട് കോമ്പറ്റീഷനുള്ള മ്യൂസിക് എഴുതാൻ നോക്കി. കുറേ സമയം ഇരുന്നിട്ടും അവൾക്ക് പോപ്പ് മ്യൂസിക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല.
അടുത്ത ദിവസം റെസ്റ്റോറന്റിൽ വെച്ച് ഹാന ജസ്റ്റിനെ കണ്ടു. അവനൊരു പാഴ്സൽ പിക്ക് ചെയ്യാനായിട്ട് വന്നതായിരുന്നു. എക്സൈറ്റ്മെന്റും ആൻസൈറ്റിയും കാരണം ഹാന എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ അവനോട് പറഞ്ഞു. ഇതൊക്കെ ഗ്യാരറ്റ് കേൾക്കുന്നുണ്ടായിരുന്നു. നീ അവനെ വല്ലാതെ അഡ്മയർ ചെയ്യുന്നുണ്ട്. ഇത്ര അവൈലബിൾ ആയിട്ടായാൽ അവൻ നിന്നെ മൈൻഡ് പോലും ചെയ്യാൻ പോകുന്നില്ല എന്ന് ഗ്യാരറ്റ് പറഞ്ഞു. നിന്റെ ഡേറ്റിംഗ് ക്ലാസ് ഒന്നും ഇവിടെ ആരും ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ അവൻ പിന്നെയും സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന കാര്യം പറയാനായിട്ട് തുടങ്ങി. അതല്ലെങ്കിൽ അവന് ഹോക്കി കളിക്കാൻ പറ്റില്ല എന്നാണ് ഗ്യാരറ്റ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹാന പറയുന്നത് കേട്ടാൽ അറിയാം അവൾക്ക് ഹോക്കി ആസ് എ സ്പോർട്സ് ദേഷ്യമാണെന്ന്. അതിന് കാരണമായിട്ട് പറയുന്നത് ഹോക്കിയിൽ മാത്രമാണ് പ്ലെയേഴ്സ് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പുറത്താക്കാതെ അത് എന്റർടൈൻ ചെയ്യുന്നത് എന്ന കാരണമാണ്. ക്ലാസ് കഴിഞ്ഞ് ഗ്യാരറ്റും ഫ്രണ്ട്സും വീട്ടിലെത്തുമ്പോൾ അവന്റെ അച്ഛൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് അയാൾ നേരിട്ട് വീട്ടിലോട്ട് വന്നത്. അച്ഛൻ ഒരു ഹോക്കി ലെജൻഡാണ്. പക്ഷെ എന്തൊക്കെ ഗ്യാരറ്റ് അച്ചീവ് ചെയ്താലും അവനെ ഇപ്പോഴും കുറച്ചാണ് അയാൾ കാണാറുള്ളത്. അവന്റെ അമ്മ മുന്നേ ക്യാൻസർ വന്ന് മരിച്ചതാണ്. അച്ഛനാണേൽ ഓരോ മാസവും ഓരോ ഗേൾഫ്രണ്ട്സ് ആണ്. ഇപ്പോഴുള്ള ഗേൾഫ്രണ്ട് ആയിട്ടുള്ള മാരേജ് വിളിക്കാനായിട്ട് വന്നതായിരുന്നു അയാൾ. നിങ്ങളെക്കുറിച്ച് അവൾക്ക് എന്തെങ്കിലും അറിയുമോ അതിന് എന്നാണ് ഗ്യാരറ്റ് ചോദിക്കുന്നത്. അവനാകെ ദേഷ്യം വന്നിട്ടാണ് അവിടെ നിന്ന് പോയത്. ഗ്യാരറ്റിന് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഒരു മാച്ച് ഉണ്ടായിരുന്നു അന്ന്. അതാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ റൈവൽ ടീമായിരുന്നു. അച്ഛനോടുള്ള കലിപ്പിലാണ് അവൻ ഗെയിം കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിൽ അച്ഛനെയും പുതിയ ഗേൾഫ്രണ്ടിനെയും കണ്ട് അവൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് അങ്ങനെ കൊളായി. ഹാന മാച്ച് നടക്കുന്നതിന്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. മാച്ചിനെ കുറിച്ചും ഗ്യാരറ്റ് മോശമായി കളിച്ചതിനെ കുറിച്ചൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഹാന കേൾക്കുന്നുണ്ട്. എത്ര പെട്ടെന്നാണ് ഒരൊറ്റ മാച്ച് കൊണ്ട് ആളുകൾ ഒരാളെ മോശമായിട്ട് വിലയിരുത്തുന്നത്. അവൻ ഇത്ര നാളും നേടിയെടുത്തതൊന്നും ആരും ഇപ്പോൾ ഓർക്കുന്നില്ലല്ലേ. അതിൽ ഒരാളെ കാണുമ്പോൾ ഹാനയ്ക്ക് പാനിക് അറ്റാക്ക് വന്ന പോലെ അവിടെ നിന്ന് വേഗം മാറി അവൾ ഒരു റൂമിൽ കയറി വാതിലടച്ചു. അവിടെ ഒരു കീബോർഡും മ്യൂസിക് കാസറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തെ മൂഡ് മാറ്റാൻ ഹാന ഒരു സോങ് ഒക്കെ പ്ലേ ചെയ്ത് കൂടെ കീബോർഡും പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങി. ഒപ്പം ഡാൻസും. അവൾ മദ്യമറന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എല്ലാം കൂടെ തലയ്ക്ക് പിടിച്ച് ഗെയിമിന്റെ ബ്രേക്കിൽ ഗ്യാരറ്റ് ആ വഴി പോയത്. മ്യൂസിക് കേട്ടിട്ട് അവൻ ഉള്ളിലോട്ട് നോക്കിയപ്പോഴാണ് ഹാനയുടെ കലാപരിപാടി കണ്ടത്. അവൻ പെട്ടെന്ന് തന്നെ എന്തോ കൂളായിട്ട് ചിരിക്കാൻ തുടങ്ങി. അവൻ കംപ്ലീറ്റ്ലി സ്ട്രെസ്സൊക്കെ മാറി ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു മൂഡിൽ പോയിട്ട് സെക്കൻഡ് ഹാഫ് ഗെയിം കളിച്ചു. അങ്ങനെ അവർ ആ മാച്ച് ജയിച്ചു. ഗാലറിയിൽ ഇരുന്ന് അവന്റെ അച്ഛനും കൈയടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ശ്രദ്ധിച്ചത് അയാളുടെ ഗേൾഫ്രണ്ട് കൈയടിക്കുന്നത് കണ്ടാണ് അയാൾ കൈയടിക്കുന്നത്. അല്ലാതെ ആത്മാർത്ഥമായിട്ട് അയാൾ സ്വയം ചെയ്യുന്നതല്ല. മകനെ അംഗീകരിക്കാൻ എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ. കോളേജിൽ ഒരു പാർട്ടിക്ക് വരാനായിട്ട് ആലി കുറെ നിർബന്ധിച്ചിട്ട് ഒടുവിൽ ഹാന സമ്മതിച്ചു. പാർട്ടിയുടെ ഇടയിൽ ഗ്യാരറ്റ് ഹാനയുടെ റെസ്റ്റോറൻറ്റ് ഇൻസ്റ്റാഗ്രാം എടുത്ത് ഹാനയെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ മുന്നേ അവൾ ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അവൻ അവളെ ശ്രദ്ധിക്കുന്നത്. ഫ്രണ്ട് പറഞ്ഞ് അവളുടെ പേര് മനസ്സിലായപ്പോൾ പിന്നെ അവളുടെ ഇൻസ്റ്റാഗ്രാം തന്നെ എടുത്ത് സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങി. ഹാന പാടുന്നതെല്ലാം കേട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് അവൾ അവിടെ നിൽക്കുന്നത് അവൻ കണ്ടത്. അവിടെ ജസ്റ്റിനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹാന ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ തന്നെ തയ്യാറായത്. ഫ്രണ്ട്സ് എല്ലാവരും നിർബന്ധിച്ച് അവസാനം ഹാന ധൈര്യം സംഭരിച്ച് ജസ്റ്റിനോട് സംസാരിക്കാനായിട്ട് തീരുമാനിച്ചു. ഓവർകോട്ട് എല്ലാം ഊരി മാറ്റി സ്റ്റണ്ണിൽ ലുക്കിൽ അവൾ അവനടുത്തേക്ക് നീങ്ങി. എന്നാൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരുത്തൻ അബദ്ധത്തിൽ ഡ്രിങ്ക്സ് തട്ടി ഹാനയുടെ മേത്ത് ഫുൾ പോയി. അവളുടെ വൈറ്റ് ബനിയനാണെങ്കിൽ എല്ലാം നനഞ്ഞു. സിറ്റുവേഷൻ ഓക്കേർഡ് ആയിരുന്നെങ്കിലും ഹാന ജസ്റ്റിനോട് സംസാരിച്ചു. ഞാനൊരു മ്യൂസിഷ്യൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് ഗ്യാരറ്റ് വന്ന് അവന്റെ ജാക്കറ്റ് വെച്ച് ഹാനയെ കവർ ചെയ്തു. അവളുടെ ബോയ് ഫ്രണ്ട് പോലെ പ്രിറ്റൻഡ് ചെയ്തവൻ അവിടെ തന്നെ നിന്നു. ഗ്യാരറ്റ് നല്ല പോപ്പുലർ ആണല്ലോ. ജസ്റ്റിന് ഹോക്കി ഇഷ്ടമാണ്. ഗ്യാരറ്റിന്റെ ഫാനുമാണ്. ഗ്യാരറ്റിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവന്റെ ഹാനയോടുള്ള അപ്രോച്ച് തന്നെ മാറി. അവരുടെ അടുത്ത് നിന്ന് മാറിയിട്ടും അവൻ ഹാനയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഹാനയ്ക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഗ്യാരറ്റ് ഇതെന്താ കാണിക്കുന്നേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു അവൾ അവിടെ നിന്നിരുന്നേ. പിന്നെ ജസ്റ്റിന്റെ നോട്ടം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഗ്യാരറ്റിന്റെ ഐഡിയ വർക്കൗട്ടായെന്ന്. ഗ്യാരറ്റ് അവളുടെ ഇൻസ്റ്റാഗ്രാം കണ്ടിരുന്നു. മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അവൾ നന്നായി എൻജോയ് ചെയ്താണ് ചെയ്യണേ എന്ന് അവൻ പറഞ്ഞു. നീ ഹോക്കിയും അതുപോലെയല്ലേ ചെയ്യണേ എന്ന് ഹാന ചോദിക്കുമ്പോൾ അത് ഞാൻ എൻ്റെ അച്ഛനെ ഇംപ്രസ് ചെയ്യാനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് അവൻ പറഞ്ഞു. പക്ഷെ അച്ഛൻ ഒരിക്കലും ഇംപ്രസ് ആവില്ല എന്നും അവൻ കൂട്ടിച്ചേർത്തു. അമ്മയെക്കുറിച്ചും അവരെ സംസാരം നീളുന്നുണ്ട്. അവൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നിട്ടായിരുന്നു മരിച്ചത്.
ഗ്യാരറ്റ് പറയുന്നുണ്ട്, എനിക്ക് ആരുടെയും ഫേവറോ എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ടോ പാസ്സാവണ്ട, എനിക്കത് പഠിച്ചു തന്നെ നേടിയെടുക്കണം. ഹാന അവനെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്താൽ അവൻ ജസ്റ്റിനെ ജലസ് ആക്കാൻ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്യാമെന്ന് പ്രത്യുപകാരം പോലെ പറഞ്ഞു. അവളും അതുമാത്രം പോരാ, ക്യാഷ് എന്നാലേ പഠിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതൊന്ന് പാസ്സാവാൻ അവൻ എന്തിനും റെഡിയായിരുന്നു. രണ്ടാൾക്കും ഗുണമുള്ള ഒരു ഡീലായിരുന്നല്ലോ അത്. ഹാനയ്ക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് മാറി കിട്ടും, ഗ്യാരറ്റിന് ഐസ് ഹോക്കി കളിക്കാനായിട്ട് എലിജിബിൾ ആവുകയും ചെയ്യാം. അങ്ങനെ അവർ രണ്ടുപേരും അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ അവിടെയാണ് ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഓഫ് ക്യാമ്പസിന്റെ ഫസ്റ്റ് എപ്പിസോഡ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കല്ലേ. നെക്സ്റ്റ് എപ്പിസോഡ്സ് വേണമെങ്കിൽ അതും പറയൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയായിട്ട് ഉടനെ കാണാം.